ദിനം പ്രതി നമ്മുടെ ചെലവുകൾ വളരെ കൂടുതലാണ് വർദ്ധിച്ചു വരുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്നതും നമ്മൾ കേട്ടിട്ടുള്ളതുമായിട്ടുള്ള ഒരു ടേമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ മെഡിക്കൽ ഇൻഫ്ലേഷൻ ഡാറ്റ വരുന്നത് 9% തൊട്ട് 11% വരെയാണ്. എന്നാൽ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, കുട്ടികളുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നമുക്ക് വരുന്ന ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് 8% തൊട്ട് 10% വരെയാണ്. ഏത് കാറ്റഗറി എടുത്തു നോക്കിക്കഴിഞ്ഞാലും മെഡിക്കൽ വിഭാഗത്തിനും എഡ്യൂക്കേഷനുമാണ് ഇന്ത്യയിൽ ഇൻഫ്ലേഷൻ ഡാറ്റ കഴിഞ്ഞ 5 വർഷത്തിൽ ഏറ്റവും കൂടുതൽ വർദ്ധിച്ചു വന്നത് എന്നർത്ഥം. ഇന്ന് ഇന്ത്യയിൽ വിദ്യാഭ്യാസം എടുക്കുന്നതിനേക്കാൾ ചിലവാണ് US പോലത്തെ കൺട്രികളിൽ ഫ്യൂച്ചറിൽ നമ്മളെ കുട്ടികൾക്ക് MSO മാസ്റ്റേഴ്സ് പോലത്തെ അല്ലെങ്കിൽ PhD പോലത്തെ ഡിഗ്രികൾ പോയി ചെയ്ത് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വരണമെങ്കിൽ അത്രയും എക്സ്പെൻസീവാണ് എന്ന് ചുരുക്കം. ഇന്ത്യയിൽ ഇത്രത്തോളം എക്സ്പെൻസീവ് ആയ സ്ഥിതിക്ക് ഡെഫിനറ്റായിട്ടും നമ്മൾ അവർ കുഞ്ഞുനാളിൽ അവർക്ക് ചെയ്തു കൊടുക്കുന്ന ഏറ്റവും ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് പോലും ഭാവിയിൽ നമുക്കൊരു എഡ്യൂക്കേഷൻ ലോൺ എടുക്കാതെയോ അല്ലെങ്കിൽ അവരുടെ വെഡ്ഡിങ് പർപ്പസ് ഇതുപോലത്തെ എന്ത് ഇതര ആവശ്യങ്ങളാണെങ്കിലും നമുക്ക് വളരെ ടെൻഷൻ ഫ്രീ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തെടുക്കാൻ അല്ലെങ്കിൽ നടത്തിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിന് അവർ കുട്ടികൾ കുഞ്ഞുനാളായിരിക്കുന്ന സമയത്ത് എത്രയും നേരത്തെ തുടങ്ങാൻ പറ്റുന്നോ അത്രയും നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുക.